ഒരു നിമിഷം മനമുയർത്താം അൾത്താരവേദിയിലണയാം ഹൃദയങ്ങൾ പാവനമാക്കാം സ്നേഹപൂജ തുടങ്ങാം ഒരു നിമിഷം മനമുയർത്താം അൾത്താരവേദിയിലണയാം ഹൃദയങ്ങൾ പാവനമാക്കാം സ്നേഹപൂജ തുടങ്ങാം തിരിതെളിഞ്ഞു പൂജമണി മുഴങ്ങി കാൽവരിയാകത്തിൻ വിരി തുറന്നോ സ്വർഗീയ വൃന്ദം നിരന്നോ തിരിതെളിഞ്ഞു പൂജമണി മുഴങ്ങി കാൽവരിയാകത്തിൻ വിരി തുറന്നോ സ്വർഗീയ വൃന്ദം നിരന്നോ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, കർത്താവിൻ്റെ അനുഗ്രഹത്തിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കാം. പെസഹ കാലം 4-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. മഹാമാരിയാൽ ലോകം മുഴുവൻ വിറയ്ക്കുകയാണ്. ഈ രോഗത്തിൽ നിന്ന് പ്രത്യേക സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണ ഞങ്ങളിലേക്ക് ഒഴുകണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. പ്രത്യേകമായി ഇന്ന് നമ്മൾ ഓർക്കുന്നവർ രാഷ്ട്ര തലവന്മാർ, ഭരണാധികാരികൾ, ഡോക്ടർമാർ, നഴ്സുമാർ, അതുപോലെ പോലീസ്, കുടുംബ അംഗങ്ങൾ, വിദേശത്ത് ജോലിക്ക് പോയിരിക്കുന്നവർ, വിദേശത്ത് പഠനത്തിലായിരിക്കുന്നവർ, ലോകം മുഴുവനുമുള്ള എല്ലാവരെയും നമുക്ക് ഓർക്കാം. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായെയും ഒപ്പം എല്ലാ കർദിനാൾമാരെയും മെത്രാന്മാരെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയും ദൈവജനത്തെയും നമുക്ക് ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുത്തെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം നൽകണമേ എന്ന് കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിലേക്ക് നമ്മളെ ഏൽപ്പിക്കാം. തമ്പുരാൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹത്തോടെ ഈ വിശുദ്ധ ബലി നമുക്ക് ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിനു നാം യോഗ്യരാകേണ്ടതിനു നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ
എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു, അങ്ങേ മഹാമഹിമയ്ക്ക് നന്ദി ചൊല്ലും ദൈവം താഴ്മയാ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സർവ്വലോകരാജനേ. സർവ്വേകശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തോകണേ ഞങ്ങളേ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം
നിത്യസ്വരൂപൻ പിതാവോതൻ നിത്യമഹിമാവിൻ തേജസ്സി പാവനാത്മാവോതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവ യേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു താനേ ജനനാഥൻ അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ സന്തോഷത്തിൻ്റെ പങ്കാളിത്തത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അങ്ങനെ ശക്തനായ ഇടയൻ മുമ്പേ പോയിടത്ത് എളിയാജഗണവും എത്തിച്ചേരുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. ബെന്തക്കോസ്ത ദിവസം പത്രോസ് മറ്റു 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ ജനക്കൂട്ടത്തോട് പറഞ്ഞു, നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി എന്ന് ഇസ്രയേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ. ഇതു കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ അനുതപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്നും നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ എന്ന് ഉപദേശിക്കുകയും ചെയ്തു. അവൻ്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു.
കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. ഇതിനായാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃകയാകുകയും ചെയ്തിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടിട്ടുമില്ല. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അലിഞ്ഞു നടക്കുന്ന ആടുകളെ പോലെ ആയിരിക്കുന്നു നിങ്ങൾ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇടയനും പാലകനുമായവൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഞാൻ നല്ല ഇടയനാണെന്ന് കർത്താവരുൾ ചെയ്യുന്നു. ഞാൻ എൻ്റെ ആടുകളെയും അവ എന്നെയും അറിയുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു. അവൻ തൻ്റെ ആടുകളെ പേരുചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. തനിക്കുള്ളതിനെയെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. അവൻ്റെ സ്വരം തിരിച്ചറിയുന്നതുകൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവ അവരിൽ നിന്ന് ഓടിയകലും. യേശു അവരോട് ഈ ഉപമ പറഞ്ഞു. എന്നാൽ അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല.
അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. നമുക്കിരിക്കാം. ക്രിസ്തുവിൽ പ്രിയരെ, കർത്താവിൻ്റെ കൃപയിൽ നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പെസഹ കാലം 4-ാം ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് സഭയുടെ പഞ്ചാംഗം അനുസരിച്ച് ദൈവവിളി ദിനം കൂടിയായിട്ട് ഇന്ന് ആചരിക്കുകയാണ്. തമ്പുരാൻ്റെ കരുണയിലേക്ക് നമ്മളെ സമർപ്പിക്കാം. വളരെ പ്രത്യേകിച്ച് ഓരോ തരത്തിലുള്ള ദൈവവിളിയെയും നമ്മളിന്ന് ഓർക്കാം. വിവാഹം എന്നുള്ളത് വലിയ ദൈവവിളിയാണ്. അതോടൊപ്പം തന്നെ വൈദിക വൃത്തിയിലേക്ക് വരിക എന്നുള്ളതും വലിയ ദൈവവിളി. സന്യസ്തരാകുക എന്നുള്ളത് മറ്റൊരു ദൈവവിളി. ഏകസ്ഥ ജീവിതം നയിക്കുക എന്നുള്ളത് വേറൊരു ദൈവവിളി. അങ്ങനെ ദൈവവിളികളാൽ സമ്പന്നമാണ് നമ്മുടെ സഭ. ഇന്ന് വളരെ പ്രത്യേകമായി ദൈവവിളിക്കായി നമ്മൾ സമർപ്പിക്കുമ്പോൾ വൈദിക വൃത്തിയിലേക്കും സന്യസ്ത വൃത്തിയിലേക്കും നിങ്ങളെ, പ്രത്യേകിച്ച് യുവതീ യുവാക്കന്മാരെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, വല്ലാത്ത മഹാമാരിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇപ്പോൾ എന്താണ് വൈദികർക്കും സന്യസ്തർക്കും ഉള്ള പ്രസക്തമായ ജീവിതം എന്ന് നിങ്ങളിപ്പോൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം. അനുഗ്രഹത്തിൻ്റെ ജീവിതമുണ്ട്. അത് സാക്ഷിയായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ ഇന്ന് സ്മരിക്കുന്ന ആർച്ച് ബിഷപ്പ് ആഞ്ചലോ, അതുപോലെ നമുക്കറിയാം ഏകദേശം 72 വയസ്സുള്ള ഒരു വൈദികൻ ഇറ്റലിയിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന യുവാവിന് തൻ്റെ പ്രത്യേകിച്ച് ശ്വാസമെടുക്കാൻ ഒട്ടും കഴിയാതിരുന്നിട്ടും അത് ആ യുവാവിന് നൽകിക്കൊണ്ട് ജീവൻ വെടിഞ്ഞത് നമ്മൾ കണ്ടു. എല്ലാ പുരോഹിതന്മാരും ഇന്ന് അവരവരുടെ ദൈവാലയങ്ങളിൽ അനുഗ്രഹത്തോടെ വിശുദ്ധ ബലി അർപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ ആഷ് വെനസ്ഡേ അഥവാ വിഭൂതി ബുധനാഴ്ച ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം നമ്മൾ ധ്യാനിച്ചിരുന്നു. ആ വാക്യം ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. അന്ന് പറഞ്ഞ വചനം, നമ്മൾ വായിച്ച വചനം ഇങ്ങനെയായിരുന്നു: കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന്, കർത്താവേ, അങ്ങയുടെ ജനത്തെ സംരക്ഷിക്കണമേ, അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ എന്ന് കരയട്ടെ. സ്നേഹം നിറഞ്ഞവരെ, അന്നത് അത്ര അന്വർത്ഥമായില്ലായിരുന്നെങ്കിലും ഇപ്പോൾ അത് ഓരോ ദേവാലയത്തിലും അന്വർത്ഥമാണ്. കാരണം നമുക്കറിയാം, ഈ മഹാമാരിയാൽ ജനങ്ങൾ ബലിയർപ്പിക്കപ്പെടുവാനില്ല. ആകെ 4-5 പേര് നമ്മുടെ നിയമമനുസരിച്ച് എല്ലാ ദേവാലയങ്ങളും ഇപ്പോൾ പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. വൈദികർ ബലിയർപ്പിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് പ്രത്യേകമായി എല്ലാ ജനതയ്ക്കും വേണ്ടി അർപ്പിക്കുന്നുണ്ട്. അന്ന് നമ്മൾ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഇന്ന് അന്വർത്ഥമായിരിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് രക്ഷയിലേക്ക് കടക്കാം. അതോടൊപ്പം ഇന്ന് നമ്മൾ 1-ാം വായനയായി എടുത്തത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 36 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിൻ്റെ അവസ്ഥ ഇന്ന് നമ്മൾ പ്രത്യേകം ശ്ലാഘിക്കുകയാണ്. പെന്തക്കോസ്താ ദിവസം പത്രോസ് മറ്റ് 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ ജനക്കൂട്ടത്തോട് പറയുകയാണ്. ഇങ്ങനെയാണ് പറഞ്ഞത്: നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി എന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ. അത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് ശിഷ്യന്മാരോടും ചോദിച്ചു എന്നാണ് പറയുക: സഹോദരരെ,
ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് ധൈര്യപൂർവ്വം പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. എന്നിട്ട് വചനം നമ്മൾ വായിച്ചു വരുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. ഏറ്റവും അവസാനം അവരെ മുഴുവനും വിശുദ്ധ പത്രോസിൻ്റെ ആ പ്രസംഗത്തിലൂടെ 3000-ഓളം പേരെ ദൈവപക്കലേക്ക് ചേർത്തു എന്നുള്ളതാണ്. ഇന്നത്തെ സങ്കീർത്തന ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. വളരെ പ്രത്യേകമായി 23-ാം അധ്യായം 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുക: മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. സ്നേഹം നിറഞ്ഞവരെ, മഹാമാരിയുടെ ഈ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കുണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മഹാനായ ഗ്രിഗറി പാപ്പ ഇന്നത്തെ സുവിശേഷത്തെ പ്രത്യേകമായിട്ട് വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: സ്വർഗീയമായ കാനനച്ചോലയിലേക്ക് ആടുകളുടെ ഇടയനെ തേടിയാവണം മനുഷ്യൻ്റെ യാത്ര. അവിടെ ആടുകളാകുന്ന മാലാഖമാർ ദൈവത്തെ മുഖത്തോട് മുഖം നോക്കി എപ്പോഴും ആരാധിക്കുകയാണ്. അതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല. അതിനായി നമ്മുടെ ജീവിതം മാറ്റുവാൻ. അവസാനമായി ഞാൻ നിങ്ങളെല്ലാവരെയും വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. തൻ്റെ അമ്മയുടെ പ്രാർത്ഥനയിലൂടെ വിശുദ്ധ അഗസ്തീനോസ് തൻ്റെ കളങ്കരഹിതമായ ജീവിതത്തിലേക്ക് വന്നത് നമുക്കേവർക്കും അറിയാം. അദ്ദേഹം കോറിയിടുന്നത് ഇങ്ങനെയാണ്: ഏറ്റവും വലിയ പാപിയായിരുന്ന അഗസ്റ്റിനെ തൻ്റെ അമ്മയുടെ കണ്ണുനീര് കൊണ്ട് ദൈവം തമ്പുരാൻ നേടിയെടുക്കുകയാണ്. ഇന്ന് പ്രത്യേകമായിട്ട് നമുക്കിതൊന്ന് ഓർക്കാം. വളരെ പ്രത്യേകിച്ച് അമ്മയുടെ അവസാന ഘട്ടമായപ്പോൾ ബിഷപ്പായിരുന്ന ഈ വിശുദ്ധ അഗസ്റ്റിൻ അമ്മയുടെ അടുക്കിലേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്: അമ്മേ, ഇനി അമ്മയ്ക്ക് എന്താണ് വേണ്ടത്? അമ്മ പറഞ്ഞ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: മകനെ, എനിക്ക് മറ്റൊന്നും വേണ്ട. നീ ഒരു കാര്യം ചെയ്യണം. നീ എന്നൊക്കെ വിശുദ്ധ ബലിവേദിയിൽ ബലിയർപ്പിക്കുവാൻ കയറുന്നുണ്ടോ അന്ന് ഒക്കെ ആ ബലിയിൽ എന്നെ കൂടി ഓർക്കണം. സ്നേഹം നിറഞ്ഞവരെ, അതിസുന്ദരമായ ഒരമ്മയുടെ ആവശ്യം. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ദൈവവിളി പ്രത്യേകമായി നമ്മൾ ഓർക്കുമ്പോൾ ഒത്തിരിയേറെ പേരെ വൈദികരാകാനും സന്യസ്തരാകാനും ഒക്കെ ക്ഷണിക്കുകയാണ്. കാരണം നമുക്കും ഒത്തിരിയേറെ കാര്യം ചെയ്യുവാനുണ്ട്. ഏതൊക്കെ ദൈവവിളിയിൽ നമ്മളായിരുന്നോ അവയിലൊക്കെ അനുഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപയിലേക്ക് നമുക്ക് ചേരാം. ഈ മഹാമാരി ഞങ്ങളിൽ നിന്ന് കർത്താവെ ഉന്മൂലനം ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവവിളിയുടെ ആ വലിയ മഹത്വം ആർജിച്ചുകൊണ്ട് നമുക്ക് നിൽക്കാം. തമ്പുരാൻ നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യദൃശ്യങ്ങളെല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവ്വശക്തനുമായ ദൈവപിതാവേ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കും മുൻപോ പിതാവേ നിന്നോ ജനിച്ചോരു ദൈവസുതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനെന്നും സത്തയിൽ താതൻ
സ്നേഹവുമാർന്നു വിശ്വസിക്കുന്നേനെ സത്യങ്ങളെല്ലാം. മുന്നം ലിഖിതങ്ങൾ ചെന്നതുപോലെ മൂന്നാം ദിവസമുയർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറുന്നരുളുന്നു തൻ പിതാവിൻ വലം പാർശ്വത്തിലായി. ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാണ് തൻ വാഴ്ചയെന്നതും വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെന്നൈ പുറത്തേടും പാവനാത്മാവേ താതനും ജാതനും ഒന്നിച്ചോ നിത്യം സ്തുത്യനും പൂജ്യനുമാകും റൂഹായി. വേദപ്രവാചകൻ മാർവഴിയെല്ലാം നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റമുറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാൻ ഏകവിശുദ്ധ കത്തോലിക്ക അപ്പസ്തോലിക്ക സഭയിൽ പാപവിമോചനമേകുന്നോരേക ജ്ഞാനസ്നാനം ഭക്ത്യാ പ്രഖ്യാപിക്കുന്നേ. മൃത്യുവരിച്ചവൻ ഉള്ളോരുയിർപ്പും നിത്യ പരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റം ഉറപ്പായി നിർത്തി പ്രത്യാശയോടിതാ കാത്തിരിക്കുന്നേ. പ്രിയ സഹോദരരെ, ഈ പെസഹ സന്തോഷത്തിൽ കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ പ്രിയപുത്രൻ്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച അവിടുന്ന് നമ്മുടെ താഴ്മയെയും കാരുണ്യപൂർവം കടാക്ഷിക്കുമാറാകട്ടെ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും കർദിനാളന്മാരെയും മെത്രാന്മാരെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ അഭിവന്യ സെബാസ്റ്റ്യൻ പിതാവിനെയും എല്ലാ വൈദികരെയും ഞങ്ങളുടെ വികാരി അച്ഛനെയും സന്യസ്തരെയും ദൈവമക്കളെയും അനുഗ്രഹിക്കണമേ. ദൈവവിളിയെ ശക്തിപ്പെടുവാനും ഉറച്ചു നിൽക്കുവാനും പരിശുദ്ധാത്മാ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കൊറോണ വൈറസ് മൂലം രോഗികളായിരിക്കുന്ന ലോകം മുഴുവനുമുള്ള എല്ലാ ജനതകളെയും അവിടുത്തെ മുൻപിൽ സമർപ്പിക്കുന്നു. ഇവരേവർക്കും രോഗസൗഖ്യം ലഭിക്കുന്നതിനും ഈ വൈറസ് ഭൂമിയിൽ നിന്നും ഉന്മൂലനം ചെയ്യപ്പെടുന്നതിനും ഇവരെ ശുശ്രൂഷിക്കുകയും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ആരോഗ്യപ്രവർത്തകർ, ആരോഗ്യ മിനിസ്ട്രി, രാഷ്ട്രത്തലവന്മാർ, ഭരണാധികാരികൾ, പോലീസുകാർ, രക്ഷാപ്രവർത്തകർ എന്നിവർ ചെയ്യുന്ന നിസ്തുലമായ സേവനത്തിന് അവിടുത്തെ അളവറ്റ അനുഗ്രഹങ്ങളാൽ ഇവരെ ശക്തിപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ഭവനങ്ങളിൽ സ്വസ്ഥതയിലായിരിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരെയും യുവതീവാക്കന്മാരെയും കുഞ്ഞുമക്കളെയും വൃദ്ധരായ മാതാപിതാക്കന്മാരെയും അവിടുത്തെ മുൻപിൽ സമർപ്പിക്കുന്നു. അവരുടെ ഓരോ ആവശ്യങ്ങളിലും
അവർക്ക് താങ്ങും തണലുമായിരുന്നുകൊണ്ട് അവരെ സംരക്ഷിക്കുകയും അവിടുത്തെ കരവലയത്താൽ അവരെ എല്ലാവരെയും കാത്തുപരിപാലിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കൊറോണ വൈറസ് രോഗബാധയിലൂടെ ഈ ലോകത്തിൽ നിന്നും അവിടുത്തെ പക്കലേക്ക് വിളിക്കപ്പെട്ട ആർച്ച് ബിഷപ്പ് ആഞ്ചലോ, ബിഷപ്പ്, വൈദികർ, സന്യസ്തർ, ലോകം മുഴുവനുമുള്ള എല്ലാ വിശ്വാസികളെയും അവിശ്വാസികളെയും അവിടുത്തെ സന്നിധിയെ സമർപ്പിക്കുന്നു. അവർക്കേവർക്കും നിത്യഭാഗ്യം അനുഭവിക്കുവാൻ ഇടയാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പാം. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ മൗനമായി പ്രാർത്ഥിക്കാം. ദൈവമേ, ഇക്കാലയളവിലെ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കാഴ്ചവെപ്പിനായി നമുക്കൊരുങ്ങാം. അർപ്പണം ചെയ്യുന്നു യേശുവേ, അപ്പവും വീഞ്ഞിനുമൊപ്പം എന്നുള്ളവും ഉള്ളവയും നാഥ വിനയമോടെ ഇടുന്നു, വിനയമോടെ ഇടുന്നു. സ്വീകരിക്കുനാഥായി കാഴ്ചകൾ, സ്വീകരിക്കുനാഥായി കാഴ്ചകൾ, പാവനമാക്കി നീ മാറ്റിയിടണേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ പെസഹ രഹസ്യങ്ങൾ വഴി ഞങ്ങളെന്നും കൃതജ്ഞതാ നിർഭരരായിരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ നവീകരണത്തിൻ്റെ നിരന്തര പ്രവർത്തനം ഞങ്ങൾക്ക് നിത്യാനന്ദത്തിന് നിദാനമായി ഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു.
നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായി ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ മഹാമഹിമയോടെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവും ആണല്ലോ. എന്തെന്നാ അവിടുന്നാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാട്. അവിടുന്നു മരിച്ചുകൊണ്ട് ഞങ്ങളുടെ മരണം സംഹരിക്കുകയും ഉദ്ധാനം ചെയ്തുകൊണ്ടു ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല ഉന്നത ശാക്തികന്മാരും മാലാകവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നു ചേർന്നു ആലപിക്കുന്നു. അതിവിശുദ്ധമായ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മുട്ടുകൾ മടക്കി ദൈവസന്നിധിയിൽ അനുഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാ മഞ്ഞുകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടു അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിതു നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടു അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാലിതു നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം ഞങ്ങളീ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്നും കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ അങ്ങു വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും
അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ തെക്കേത്തേച്ചേരൽ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവുമെന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിലെ പോ നിന്നുള്ളം പാലിടുമായിടണം. അന്നു വേണ്ടും ഒരാഹാരമെന്ന് ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർക്കും ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾക്ക് ദ്രോഹവും കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ
എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടൊരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളെ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. എന്നിൽ അരിഞ്ഞു നീ ഞാനായിരുമ്പോൾ, നിന്നിൽ അരിഞ്ഞു ഞാൻ നീയായി തീർന്നിടാൻ എത്ര നാളായി കൊതിച്ചിടുന്നു നാഥ. എന്നെ നീയാക്കി മാറ്റിയിടണമേ. നിന്നെ കാത്തിരിക്കാം ഞാൻ, നിന്നെ
നമുക്ക് എഴുന്നേൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലിടയാ, അങ്ങേ അജഗണത്തെ കരുണയോടെ കടാക്ഷിക്കുകയും അങ്ങേ പുത്രന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്ത അജഗണത്തെ നിത്യമായ മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് ഒരുമിച്ച് കൂട്ടുവാൻ തിരുവുള്ളമാവുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.